പണ്ടോറയുടെ പെട്ടി തുറക്കുക എന്ന് പറയൂലേ, പണ്ടോറാസ് ബോക്സ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. പണ്ട് ഒരു ബോക്സ് ഇങ്ങനെ തുറന്നപ്പോൾ ഒരു കഥയിലുള്ള പ്രയോഗമാണ്. പണ്ടോറയുടെ ബോക്സ്, പണ്ടോറയുടെ പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഓരോ അത്ഭുത സാധനങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് തുറക്കുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്, അതിൽ നിന്ന് വേറൊരു അത്ഭുതത്തിലേക്ക് പോകുന്നു. അങ്ങനെ തീരാത്ത അത്ഭുതങ്ങളുടെയും ആശ്ചര്യത്തിൻ്റെയും ഒരു പ്രതീകാത്മകമായ അലങ്കാരമായി ഉപയോഗിക്കുന്ന വാക്കാണ് പണ്ടോറ. ആ പണ്ടോറയുടെ പെട്ടി തുറന്ന പോലത്തെ അവസ്ഥയാണ് ഇറാനെ അടിച്ചത് കൊണ്ട് അമേരിക്ക പെട്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും ഓരോ പുതിയ പ്രശ്നങ്ങളായിട്ട് വരികയാണ്. ഇപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഖമേനിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയോ ആൾക്കാർ മറ്റേ തുണി പൊക്കി പിടിച്ചിട്ട് മറ്റേ ട്രംപിനെ കൊല്ലുന്നു, നെതന്യാഹുവിനെ കൊല്ലുന്നെല്ലാം പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് ആ ഒരു കാരണം മാത്രം പറഞ്ഞിട്ടാണ്. അതുമാത്രം പിന്നെ എന്തോ ഹോർമൂസ് സ്ഥിരമായിട്ടുള്ള കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടമൊക്കെ ഹോർമൂസിൽ നടക്കുന്നുണ്ട്, അത് സ്ഥിരമായിട്ടുള്ളത്. ഈ രണ്ട് കാരണങ്ങളും പറഞ്ഞിട്ട് അമേരിക്ക ഒരു വൻ ആക്രമണം അങ്ങ് നടത്തി. ടെഹ്റാനിലും ഇറാൻ്റെ മെയിൻ നഗരങ്ങളിലെല്ലാം അടിച്ച് ബോംബങ്ങ് വെച്ച് അടിച്ച് പൊട്ടിച്ചു കൊടുത്തു. പക്ഷേ ഇറാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത പോലെ പണ്ടോരയുടെ പെട്ടി പിന്നെയും തുറന്നെന്ന് പറഞ്ഞ പോലെ പരക്കടി, ഒരു സ്ഥലവും നോക്കാണ്ട് അവിടെയും ഇവിടെയും അവനെയും ഇവനെയും എല്ലാവരെയും തൂക്കാണ്. ഇത് ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്? നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. യുദ്ധത്തിൽ ഒരു ലാഭവും ഇല്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അത് തെറ്റാണ്. പണ്ടത്തെ ഫോർമുല. പണ്ട് അശോക ചക്രവർത്തി യുദ്ധം കഴിഞ്ഞിട്ട് ആ യുദ്ധഭൂമിയുടെ കൂടി നടന്നപ്പോൾ എല്ലായിടത്തും ചോരയും പല ആൾക്കാരുടെയും ചേതനായിട്ട് ശരീരവും, തലയില്ലാത്ത മനുഷ്യരും കൈയില്ലാത്ത മനുഷ്യരും കാലില്ലാത്ത മനുഷ്യരും മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി, അദ്ദേഹം ശ്രീബുദ്ധനായി മാറി എന്ന് പറയുന്ന കഥ പറഞ്ഞ പോലെ എല്ലാം ഇവിടെ മരണത്തിനോ രക്തത്തിനോ ഒരു വിലയുമില്ല. ഈ യുദ്ധങ്ങളിൽ സാമ്രാജ്യത്തെ ശക്തികൾ വ്യക്തമായ ലാഭം എങ്ങനെ ഉണ്ടാക്കാമെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ടുള്ള യുദ്ധങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലോകകപ്പ് തുടങ്ങുമ്പോൾ ഈ യുദ്ധം ഒരു വൺ സൈഡാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ലോകകപ്പ് ഇപ്പം തുടങ്ങി. ലോകകപ്പ് തുടങ്ങുന്ന സമയത്ത് വ്യക്തമായിട്ട് ഈ യുദ്ധത്തിന് ഇൻ്റർവെല്ല് കൊടുത്തിന്. ഇതെന്താ കളി? ക്രിക്കറ്റോ ഫുട്ബോളല്ല? ഹാഫ് ടൈമും ഫുൾ ടൈമെല്ലാം കൊടുത്തിട്ട് കളിക്കാൻ സിനിമയാണോ ഇൻ്റർവെല്ല് കൊടുക്കാൻ? കറക്റ്റ് അല്ലേ? ലോകകപ്പ് അമേരിക്കയിൽ നടക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പം എന്താക്കി? ഡീല് വെൽ പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈമാണ് ഇതെന്ന് പറയാൻ കാരണം അത് ആരുടെ ഭാഗത്തായിരുന്നു? ഇറാൻ ചെയ്യുന്നതാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത്. ഇതിപ്പം പറയാൻ കാരണം ഇത് അമേരിക്കയാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന് പറയാം. ഇന്റർനാഷണൽ കോടതി വിചാരണ ചെയ്യുകയാണെങ്കിൽ ഒന്നാം പ്രതി എന്ന് പറയാൻ കാരണം അമേരിക്കക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ യുദ്ധം നിൽക്കുന്നുണ്ട്. നോട്ട് ദ പോയിന്റ്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് അവരിത് പീസ് ഡീൽ എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയനൊക്കെ നിർബന്ധിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള പോലെ അഭിനയിച്ചിട്ട് അവിടെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് എന്താക്കി? യുദ്ധം നിർത്തിവെച്ചു താൽക്കാലികമായി. അവർക്ക് അവരുടെ ഖജനാവ് കാലിയാണെന്ന് തോന്നുമ്പോൾ അതാ വീണ്ടും പെട്രോൾ പ്രൈസ്, ക്രൂഡ് ഓയിൽ പ്രൈസ് ഒക്കെ താഴ്ന്നു വന്നെന്ന് കണ്ടപ്പോൾ ആദ്യം അങ്ങനെ തന്നെ ചെയ്തത്. ആ സെയിം സൈക്കിൾ റിപ്പീറ്റേഷൻ ആണ്. വീണ്ടും അതാ വന്നിരിക്കുന്നു. ഇവർ ശരിയല്ല, ഇറാനിലെ ജനങ്ങൾ ശരിയല്ല, അവർ നമ്മളെല്ലാം ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ അവരെ തീർത്ത് കഥ ഫിനിഷ് ചെയ്യുന്നോ? അങ്ങനെ ഫിനിഷ് ചെയ്ത മാർക്കറ്റിൽ നിന്ന് വാരാൻ പറ്റില്ല. പറ്റാത്ത വെള്ളമുള്ള കിണറാണിത് ഇറാൻ. അതുകൊണ്ട് മെല്ലെ ദാഹിക്കുമ്പോൾ കോരി കുടിക്കും, എന്നിട്ട് വീണ്ടും അവിടെ വെക്കും ക്ലീനാൻ. കലങ്ങുമല്ലോ കുറച്ച്. അതാണ് ഇവിടെ നടക്കുന്നത്. ബേസിക് ഓപ്പറേഷൻ, ദ മോഡസ് ഓഫ് ഓപ്പറാൻഡി ദ USA ഫോളോയിങ് ഈസ് വെരി സിമ്പിൾ. ടേക്ക് ഫ്രം ദ മാർക്കറ്റ് ടു മേക്ക് പീസ്. എവറിത്തിങ് ഈസ് നോർമൽ. ഷെയർ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ്, ക്രൂഡ് ഓയിൽ മാർക്കറ്റ്, ഗോൾഡ് മാർക്കറ്റ്, എവറിത്തിങ് ഈസ് ഓൺ പേസ്. എല്ലാം ശാന്തമാണ്, സമാധാനമാണ്. വെള്ളരിപ്രാവുകൾ വറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ശാന്തിയും സമാധാനം ഉണ്ടാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാം മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണ്. ഓയിൽ 1 മില്യൺ ബാരൽ, ഗോൾഡ് ഇത്ര എല്ലാം മേടിച്ച അവരെ ഖജനാവ് നിറച്ചു വരുമ്പോൾ ഇറാൻ ആക്രമിക്കാൻ പോവുകയാണ്, ഇറാനെ കൊന്ന് കൊലവിളിക്കാൻ പോവുകയാണ്, എല്ലാത്തിനും വില കൂട്ടുകയാണ്. കാരണം എന്താ? അവർ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവർ സഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ സാധനം അവർ മറിച്ചു വെക്കും. ഈ ഒരു മാർക്കറ്റിനെ ചുറ്റുന്ന ഒരു ഗ്രഹം പോലെ അമേരിക്ക ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റാകുന്ന ലോകം അവിടെ നിന്നിട്ട് തന്നെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇവരിങ്ങനെ ചുറ്റിയിട്ട് അതിൽ നിന്ന് മാക്സിമം ലാഭം വലിച്ചെടുക്കുക. സ്ഥിരമായുള്ള കാലങ്ങളായുള്ള മുതലാളിത്ത കുത്തക സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു പാതയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ
പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള വാർത്ത നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ അർജന്റായിട്ട് ട്രംപ് പറയുന്നത് ട്രംപ് എന്നെ കൊല്ലാൻ വേണ്ടി ഇറാൻ വരാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇറാനിലേക്ക് ശക്തമായ ആക്രമണം കൊടുക്കാൻ പോവുകയാണ്. ഇതൊരു വിരോധാഭാസമാണ്. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞൂടെ? റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറയാം, എന്നെ ഇതാ അമേരിക്ക കൊല്ലാൻ പോകണം, അതുകൊണ്ട് ഞാൻ അമേരിക്കയിലേക്ക് ബോംബിടുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ബോംബിടുന്നു. അങ്ങനെ ലോകത്ത് എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ? നമ്മളൊരു പുരോഗതിയിലേക്കുള്ള സമൂഹമാകുമ്പോൾ പ്രോഗ്രസീവ് സൊസൈറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത്രയും ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കൊന്നൊടുക്കാൻ പറ്റുന്നത്? നിങ്ങൾ പിന്നെ പറയണം എനിക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ച് ആവശ്യമുണ്ട്. അയാൾ വ്യക്തമായി സമ്മതിച്ചല്ലോ ലാസ്റ്റ് ടൈം ഇൻസൈഡ് ട്രേഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫിലിമിൽ തന്നെയാണ് വീണ്ടും നടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഈ വാർത്ത ഒന്ന് നോക്കാം. ഇറാൻ ആണ് ഇതിന്റെ കാരണം എന്നുള്ളതിനുള്ള മീഡിയാസ് പ്രൊപ്പഗൻഡയും ലോകത്ത് മൊത്തം അമേരിക്കയെ വെള്ളപൂശുകയും ചെയ്യുന്ന രീതിയിലുള്ള വാർത്തയാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് ആ വാർത്തയെ നിഷ്പക്ഷമായി കണ്ടു നോക്കാം. വാർത്തയിലേക്ക് കടക്കാം. ട്രംപിനോടും നെതന്യാഹുവിനോടും പെട്ടെന്നുള്ള മരണത്തിന് തയ്യാറാകൂ എന്ന ഭീഷണിയുമായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ. അമേരിക്കൻ സെനറ്റർ ലിൻസേ ഗ്രഹാമിന്റെ മരണം കൊലപാതകമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ഈ ഭീഷണി. ഖമനേയുടെ വധത്തിന് പ്രതികാരമായി കൊലപ്പെടുത്തേണ്ട 13 വിദേശ നേതാക്കളുടെ പട്ടിക ഇറാൻ മാധ്യമമായ ഹംഷഹരി നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിനിടെ ഹോർമുസ് അടച്ചിട്ടില്ലെന്ന അമേരിക്കയുടെ വാക്ക് ഇവര് പറയുന്നത്, ഇറാന്റെ ഹംഷാരി എന്ന് പറയുന്ന പത്രം പറയുന്നത് കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 13 ആൾക്കാരുണ്ട്. അതിൽ ട്രംപ് ഉണ്ട്, നെതന്യാഹു ഉണ്ട്, അതുപോലെ മറ്റു പല നേതാക്കളും ഉണ്ട്. അപ്പോൾ അമേരിക്ക വന്നിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഹോർമൂസ് ഒന്നും ആരും പൂട്ടിയിട്ടൊന്നുമില്ല. ഏത് സുനിയൊക്കെ തട്ടി എന്ന് പറഞ്ഞ പോലെ ഏത് ഹോർമൂസ് എല്ലാം തുറന്നിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഏത് സമയത്തും വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ട്രംപ് ആശാൻ ഇറങ്ങുന്നത്. വാർത്ത കേൾക്കാം ബാക്കി. കപ്പലുകൾ സഞ്ചരിക്കരുതെന്നാണ് ഇറാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ബി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ഈ 13 നേതാക്കൾ, അതിൽ ട്രംപ് പെടും, നെതന്യാഹു ഉണ്ട്, മെലോണി ഉണ്ട്, ഇവരടക്കം 13ഓളം നേതാക്കളുടെ ലിസ്റ്റ് ഇറാൻ പുറത്തുവിട്ടത്. തങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന, അതായത് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രത്തലവന്മാരുടെ പേരുകളാണ്. അതിന് പിന്നാലെയാണ് ഈ സെനറ്ററുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെയാണ്. അവിടെ വലിയ ചർച്ചകൾ ഉയർന്നു വരികയാണ്. കാരണം ഇറാന്റെ ആക്രമണം മാത്രമല്ല, റഷ്യയുടെ ഒരു പിന്തുണയുണ്ട്. ഗ്രഹാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. അതിന്മേലുള്ള ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. ഗ്രഹാം മരിച്ചത് 71 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഹൃദയത്തിനുണ്ടായ ഒരു തകരാറാണ് മരണത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ കോമഡി എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഇടക്ക് ഇവർ ഈ 13 ആൾക്കാരുടെ ലിസ്റ്റെല്ലാം ഇറക്കിയല്ലോ. ആ ലിസ്റ്റ് ഇറക്കി കഴിഞ്ഞപ്പം തന്നെ ഒരു 71 വയസ്സുള്ള പ്രായമായിട്ടുള്ള ഒരു വൃദ്ധൻ തന്നെയാണ്. 71 വയസ്സെന്ന് പറയുമ്പോൾ യുവാവല്ല, മധ്യവയസ്കനല്ലോ. അപ്പോൾ ആ വൃദ്ധൻ ഹൃദയ സംബന്ധമായ ഒരു അസുഖം കൊണ്ട് ആ സമയത്ത് തന്നെ മരിച്ചു. ചക്ക വീണ് മുയല് ചാകാന്നെല്ലാം പറയൂലേ, ചക്ക പഴുത്തിട്ടുണ്ട്, വീണ്ട സമയമായിട്ടുണ്ട്, മുയലാണെങ്കിൽ അതിൻ്റെ അടുത്തൂട്ടേ പോകുന്നത്, ചക്ക വീണ് മുയൽ ചത്തോ ഒപ്പരായി പോയി എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് ഹൃദയപരമായ എന്തെങ്കിലും ഉണ്ടോ? ഇവർ പറയുന്നത് ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് തന്നെ കൂട്ടിക്കോ. ചിലപ്പോൾ വാക്സിൻ അടിച്ചിട്ടുണ്ടാവും. മറ്റേ ബിൽഗേറ്റ്സിന്റെ ഇതുണ്ടല്ലോ, ഫൈസറോ മറ്റ് വാക്സിനെല്ലാം അടിച്ചിട്ട് ക്ലോട്ടിങ്ങും ത്രോംബോസ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. പെട്ട മനുഷ്യനല്ലേ എന്ത് സംഭവിക്കാലോ ഉള്ളേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ഇയാൾ ഗ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയുടെ സെനറ്റർ, ട്രംപിന്റെ ഒരു സുഹൃത്താണ്, ട്രംപിന്റെ ആത്മസുഹൃത്ത് എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. സെനറ്ററാണ് അദ്ദേഹം. ഇറാൻ വിരോധിയാണ്. അമേരിക്കയിൽ പിന്നെ ഇപ്പം ട്രംപ് ഭരണത്തിലുള്ള എല്ലാവരും ഇറാൻ വിരോധികൾ തന്നെയാണ്. അവിടെ ആരാണ് ഇറാൻ നല്ല എന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? മോന്തായം വളഞ്ഞാൽ പിന്നെ 41 വളയുന്നല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ട്രംപിന്റെ ആത്മസുഹൃത്തും സെനറ്ററുമായ ഗ്രഹാം പെട്ടെന്ന് ഒരു അസുഖമില്ലാതെ മരണപ്പെടുന്നത്. അപ്പൊ ഇറാനാണെങ്കിൽ ഇതങ്ങ് ഏറ്റുപിടിച്ചു. ഇതാ ഞങ്ങളും റഷ്യ ഇന്റലിജൻസും ചേർന്ന് ഞങ്ങൾ തട്ടിയിരിക്കുകയാണ് ഇവന്മാരെ, ഇനി എന്തും സംഭവിക്കാം, എല്ലാവരും റെഡിയായി നിന്നു. ട്രംപും നെതന്യാഹുവും എല്ലാവരും റെഡിയായി നിന്നു. എല്ലാവരും ഞങ്ങൾ തട്ടും, ഒരുത്തനെയും വെറുതെ വിടൂല, ഞങ്ങളോട് കളിച്ച ഒരാളെയും വിടൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ചെയ്തതാണെന്നുള്ളതിന് യാതൊരു പ്രൂഫോ റഷ്യ, ഇറാൻ ഇന്റലിജൻസ്, ഇതൊക്കെ ഇവർ വാർത്തകൾ ഇപ്പം ഇവിടെയുള്ള മലയാളത്തിലൊരു വാർത്താ ചാനൽ ഇത്ര പറയുമെങ്കിൽ അത് നോക്കിയാൽ മതി. മലയാളം ഇരുന്ന ഫോളോ ചെയ്യുന്നത് CNN ബാക്കിയുള്ള ഏതെങ്കിലും ഒരു
ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ ആയിരിക്കും. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും കുറ്റം മറ്റവരുടെ മേത്ത് വെക്കണം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഉറക്കത്തട്ടാക്ക് വന്ന് മരിച്ചാറ്റാം. പക്ഷെ അതങ്ങ് ഇറാനും രസം വിരോധാഭാസം തോന്നുന്നു. ഇറാനെങ്കിലും പറയണം ഞങ്ങൾ ചെയ്തതല്ല. ഇറാൻ പറയാം ഞങ്ങൾ കൊല്ലും, എല്ലാവരെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇറാനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മാർക്കറ്റ് വാർ തന്നെയാണ്. ഇവർ ഈ പറഞ്ഞ പോലെ മാക്സിമം അമേരിക്ക ബോംബ് ചെയ്യും, പെട്രോൾ ഡോളർ നമ്മുടെ ഈ സംഭവം ക്രൂഡ് ഓയിലിനൊക്കെ പ്രൈസ് വെച്ച് കൂടും. ആ പ്രൈസ് ആസ്വദിച്ചുകൊണ്ട് അമേരിക്ക ആദ്യം ബൈ ചെയ്ത സാധനങ്ങൾ ഇപ്പോൾ സെല്ല് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ട്രംപ് പറയും യെസ് ഐ ആം റെഡി ഫോർ ദ പീസ് ട്രീറ്റി എന്ന് പറഞ്ഞിട്ട് then again he will provoke the market and make the use of market high and low, up and downs. His son-in-law Gerald Kushner, സണ്ണായ ജൂനിയർ ട്രംപ് ഒക്കെ will make immense profit from the market and they will enjoy this war game. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാകാം, നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റും. ഇപ്പോൾ അമേരിക്ക പിന്നെ ഇറാനാണ് ഇയാളെ ഗ്രഹാമിനെ കൊന്നത് എന്ന് പറയുന്നത് പോലെ നമുക്കിതും അങ്ങനെ അസ്യൂം ചെയ്യാനേ പറ്റൂ. പെട്ടെന്ന് തെളിവുകൾ നിരത്താണെങ്കിൽ ട്രംപിന്റെ ചില ഇൻസൈഡ് ട്രേഡിങ്ങിന്റെ തെളിവുകൾ എൻ്റെ ആദ്യത്തെ വീഡിയോകളിൽ കാണാം. നിങ്ങൾക്ക് സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാവും. വാർത്തയിലേക്ക് തന്നെ വീണ്ടും പോകാം. റഷ്യയുടെ പിന്തുണയോടുകൂടി ഇറാൻ നടത്തിയ ഒരു ഓപ്പറേഷൻ, അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു അവകാശവാദം വരുന്നത്. ഇറാന്റെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ മരണം ആഘോഷിക്കുകയാണ്. മാത്രമല്ല ഈ മരണം ഇരന്നു വാങ്ങിയതാണ് എന്നതാണ് വിദേശകാര്യ വക്താവ്, ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖാബിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഗ്രഹാം ഓട്ടപ്പുള്ളി ആയിരുന്നു എന്നത് തന്നെയാണ്. ഇറാനെ തീർക്കുക, ഇറാന് മേൽ ആധിപത്യം സ്ഥാപിക്കുക, യുദ്ധം നടത്തുക, ഖമേനിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം ഉൾപ്പെടെ നടത്തിയ നേതാവാണ്, സെനറ്ററാണ് ഗ്രഹാം. ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. വിദേശകാര്യ നയങ്ങളിൽ നിർണായക നിലപാടുകളും തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇറാനോട് കടുത്ത പക വെച്ച് പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഗ്രഹാം. അതുകൊണ്ട് തന്നെ ഗ്രഹാം കൊല്ലപ്പെടുമ്പോൾ അത് തങ്ങളുടെ നീക്കമാണ്. മാത്രമല്ല മുസ്തഫ ഖമേനിയുടെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ആയത്തുള്ള ഖമേനിയുടെ സംസ്കാരം നടക്കുമ്പോഴാണ് മുസ്തഫയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായത്. കരുതിയിരുന്നോളൂ, ഖമേനിയെ കൊലപ്പെടുത്തിയവരെ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടി ഉണ്ടാകും, വധിക്കും എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം അത് ഇറാൻ ജനതയെ വലിയ ആവേശത്തിലാക്കിയിരുന്നു. വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് സംസ്കാര സമയത്ത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ആളുകൾ അതിനെ ഏറ്റെടുത്തതും ആ തരത്തിലാണ്. മാത്രമല്ല ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ എന്തൊരു ടീമാ അല്ലേ. ഈ ഖമേനിയുടെ മകൻ്റെ കാര്യം പറയാം. ഓക്കെ, അമേരിക്ക ഒരു ആക്രമണം നടത്തി, അയാളുടെ പിതാവ് കൊല്ലപ്പെട്ടു, ശരിയാണ്. പക്ഷേ ഇനിയുള്ള കാലം രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്ത് ആ രാജ്യത്തെ പഴയ പോലൊരു ട്രാക്കിലാക്കി കൊണ്ടുവന്ന് ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഞങ്ങൾ പ്രതികാരം എന്ത് തന്നെയാലും വീട്ടും, ഞങ്ങൾ ഇന്ന ആളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ ട്രംപും ആൾക്കാരും ആക്രമിക്കുന്നത് അതിനു വേണ്ടി തന്നെയല്ലേ? അവർക്ക് വേണ്ടത് പ്രൊവോക്ഡായിട്ട് നിങ്ങളുടെ നോർമലായിട്ടുള്ള ശക്തിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് വികാരം കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇല്ലാത്ത ശക്തിയും കൂടി ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ ആക്രമണത്തിന് പോയിട്ട് പരിപൂർണമായി തകർക്കപ്പെടും. അങ്ങനെയുള്ള അവരുടെ ഒരു കെണിയിലേക്ക് ചെന്ന് ചാടലല്ലേ മുസ്തഫ ഖമേനിയുടെ ഈ ഒരു പ്രസ്താവനയെന്ന് നമുക്ക് വിലയിരുത്തപ്പെടാം, സംശയിക്കേണ്ടി. മുന്നോട്ട് പോകുമ്പോൾ പ്രസിഡന്റ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമാണ് ഈ സമാധാന കരാറിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയത്. പക്ഷേ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണ്. ആ തീരുമാനങ്ങൾക്കൊപ്പം ഈ ഇരു നേതാക്കളും നിൽക്കുന്നു എന്നൊരു വാദം ഉയർന്നു വന്നു. മാത്രമല്ല ഇറാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും മുസ്തഫ ഖമേനി, അദ്ദേഹം ഒളിവിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വരികയും അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകൾ ഹോർമൂസിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ള നേതാക്കൾക്കൊന്നും തന്നെ ഇതുമായി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഇറാന്റെ ഔദ്യോഗിക മാധ്യമമാണല്ലോ വിനോദ ഈ ഹംഷഹരി എന്ന് പറയുന്ന
പ്രസിദ്ധീകരിക്കുന്നതാണ്. ഹംഷാരിയുടെ ഫ്രണ്ട് പേജായി വന്നതാണ്. അവരുടെ ഓൺലൈൻ പേജിൽ ഉൾപ്പെടെ ഈ ചിത്രം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്രഹാമിന്റെ പടം പിടിച്ച് ഭയചകിതരായി നിൽക്കുന്ന മറ്റ് നേതാക്കൾ ട്രംപും നെതന്യാഹുവും ഉൾപ്പെടെയുള്ളവർ ഭയന്നു നിൽക്കുന്നതാണ്. ഒരുപക്ഷെ തിരിച്ചടി എന്ന നിലയ്ക്ക് അവരുടെ വലിയ വെല്ലുവിളി ഉണ്ടാകുന്നു. മാത്രമല്ല, ഹോർമൂസിൽ ഒന്നുകൂടി ഇറാൻ കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതും ഒരാൾ മിസ്സായതും അടക്കമുള്ള കാര്യങ്ങൾ. അതിനിടയിലാണ് ഈ അമേരിക്കയുടെ ഒരു ചോദ്യം വന്നത്, ആരാണ് ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ ഒരു ഉപരോധവുമില്ല, കപ്പലുകൾക്ക് ഹോർമൂസ്, ഇതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ അമേരിക്ക പറഞ്ഞല്ലോ, ഇവര് ശരിയായ ആൾക്കാരല്ല, ഇവര് എന്നെ കൊല്ലാൻ പോകുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കൊല്ലാൻ ഇറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അമേരിക്ക എന്തിനാണ് ഹോർമൂസിൽ വന്നിട്ട് കപ്പലും കൊണ്ട് കാവലിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇറാൻ അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് സുരക്ഷയും കാര്യങ്ങളും വർദ്ധിപ്പിക്കുക, അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കുക, അല്ലേ? അങ്ങനെയല്ലേ ഒരു സ്വാഭാവികമായിട്ട് യുദ്ധം. എന്തിനാണ് ഹോർമൂസിൽ വന്ന് പെറ്റുകിടക്കുന്നത്? നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് പോലെ ഇത് ഖജനാവാണോ? അത് ഖജനാവാണെന്നെങ്കിലും പറയാം. പൂച്ച പെറ്റുകിടക്കുന്ന സ്ഥലം ഇവിടെ ഈ ഒരു ഹോർമൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അമേരിക്കയുടെ യുദ്ധ വാഹിനി അല്ലെങ്കിൽ യുദ്ധ കപ്പലുകൾ, അതുപോലെ മിസൈൽ വാഹിനികൾ, അതുപോലെയുള്ള യുദ്ധ വിമാനങ്ങളൊക്കെ വന്ന് നങ്കൂരമടിച്ച് കിടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഹോർമൂസിൽ എന്താണ്? ഇത്രേ ഉള്ളൂ, ഇതാണ് യുദ്ധം. ഹോർമൂസ് വഴി പോകുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കും. അത് ഇറാൻ ഇന്നും ഇന്നലെയും പറയുന്നതല്ല, വർഷങ്ങളായി പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അവിടെ വന്നിട്ടാണ് അമേരിക്ക പറയുന്നത് ഹോർമൂസിൽ ആര് പൂട്ടി? ഏത് സുനിയൊക്കെ തട്ടി? അതാണ് പറയുന്നത്. ഇവിടെ ഹോർമൂസിൽ ഒരു വിഷയമില്ല. ഹോർമൂസിൽ ഞങ്ങളിവിടെ ഉണ്ട്, അമേരിക്കയുള്ള കാലത്തോളം ആരും പേടിക്കേണ്ട, എല്ലാവരും ഇങ്ങ് വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ടേക്ക് കടത്തി തരാമെന്ന് അമേരിക്ക പറയുന്നു. ഈ വാക്കും കേട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്ന ഓരോ കപ്പലും തീപിടിക്കുകയാണ്. ഒരു നോർമലായിട്ടുള്ള ഒരു കപ്പൽ ഓണർ, കപ്പലിന്റെ മുതലാളി ഇറാൻ നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നോയുടെ അപ്പുറം ഒരു കപ്പലും അവിടുന്ന് പോകില്ല. കാരണം അത് ഇറാന്റെ ഭരണത്തിന്റെയോ ഇറാന്റെ ഭരണകർത്താക്കളുടെ മേന്മയൊന്നുമല്ല. കാരണം അവിടെയുള്ള അത്തരത്തിലുള്ള ആൾക്കാരാണ്. ഒരു തെമ്മാടിക്കൂട്ടം എന്ന് പറയാനും തെറ്റില്ല. ആ ഏരിയ അവരുടെ ഏരിയ ആണ്. ഈ ഹോർമൂസിന്റെ കരക്കുള്ള സ്ഥലം, കടലല്ല, ഹോർമൂസിന്റെ കരക്കുള്ള സ്ഥലം. അതിലൂടെ പോകുന്ന ഏതിനെയും ഈ പറഞ്ഞ പോലെ തോറ്റാടി വെച്ച് കല്ലിട്ട് അടിച്ചിടാന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം. അതാണ് യാഥാർത്ഥ്യം, അതാണ് ട്രൂത്ത്, അതാണ്. ഇപ്പം അമേരിക്കയും ലോകമാധ്യമങ്ങളും പറയുന്നത് പോലെ അവിടെ ഒരു ടോൾ ബൂത്ത് ഇപ്പോൾ ഇല്ല. കാണാൻ ഇവിടെ ഒരു ടോൾ ബൂത്തോ ഒരു ടോൾ ഗേറ്റ് ഒന്നും അവിടെ ഇല്ല. പക്ഷേ വർഷാവർഷങ്ങളായി ഇറാൻ ടോൾ ബൂട്ടിനെ കാട്ടി അപ്പുറത്ത് കണ്ണുകൊണ്ട് നോക്കി നിർത്താന്ന് പറഞ്ഞ പോലെ ആ ഏരിയയിലുള്ള ഇറാന്റെ സൈനിക റെജിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതാണ് യാഥാർത്ഥ്യം. ദാറ്റ്സ് എ റിയാലിറ്റി. നമ്മൾ ഈ വാർത്തകൾ കാണുന്നതോ അതായത് ആ ഏരിയയിൽ പ്രവർത്തിച്ച, അതിലൂടെ യാത്ര ചെയ്തിട്ടുള്ള കപ്പലുകളോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മർച്ചന്റ് നേവിക്കാരോടോ ചോദിച്ചാൽ അറിയുന്നവർക്ക് മനസ്സിലാവും എന്താണ് അവിടെ എന്നുള്ളത്. ഈ റിയാലിറ്റി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കളവൻ വന്നിട്ട് പറയുന്നത്, ഏത് ഈ ഹോർമൂസ് ആര് പൂട്ടി? ഞാനുണ്ട് ഇവിടെ, നിങ്ങൾ വന്നോ, അമേരിക്കൻ കപ്പലുകൾ നിങ്ങളെ കടത്തിവിടും. എത്ര ദിവസം? ദി ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ. എൻ്റെ അടുത്ത് കപ്പലുണ്ട്, 10 കപ്പലുണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ 10 കപ്പലിനും പരിപൂർണമായ ഇൻഷുറൻസ് കമ്പനിയൊന്നും ഇൻഷൂർ ചെയ്യില്ല. ഇറാൻ വന്നിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് എന്ത് ഇൻഷുറൻസ് അവരില്ല, തരില്ല. വാർ ടൈമിൽ നിങ്ങൾ ഓടാൻ പാടില്ലെന്ന് പറയും. ട്രംപ് ഗ്യാരണ്ടി തരുമോ? ഇങ്ങനെ ലോകത്തുള്ള 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കപ്പലുകളിൽ പോകുന്ന ചരക്കിനും ആ കപ്പലുകൾക്കും അതിലുള്ള മനുഷ്യന്മാരുടെ ജീവനും മിസ്റ്റർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്യാരണ്ടി തരുമോ ദാറ്റ് ഇറാൻ വിൽ നോട്ട് അറ്റാക്ക് അസ്? ഇറാൻ ഞങ്ങളെ കത്തിക്കില്ല എന്നുള്ളതിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ബാക്കിയുള്ള ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ലോക രാജ്യങ്ങളും അമേരിക്കൻ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കട്ടെ. എല്ലാവരുടെയും പ്രൊട്ടക്ഷൻ അമേരിക്ക, ലോക പോലീസായി അമേരിക്ക ഏറ്റെടുക്കും. എല്ലാവർക്കും അവരുടെ പോകാം. ആർക്ക് എന്ത് പറ്റിയാലും, മനുഷ്യന് പറ്റിയാൽ ഇത്ര കോടി, കപ്പൽ കത്തിയ ഇത്ര കോടി, ലോഡ് ചരക്കുകൾ കാർഗോ കത്തിയ ഇത്ര കോടി, റിട്ടേൺ ഡോക്യുമെന്റിൽ കൊടുക്കാൻ ഈ അമേരിക്കൻ പ്രസിഡന്റ് പറ്റുമോ? ഒരു പ്രസിഡന്റിന് ലോകത്ത് ആർക്കും പറ്റില്ലെന്നേ. ഇതാണ് അതിന്റെ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി, ദ ഫാക്ട് ചെക്കിംഗ് റിയാലിറ്റി ഓഫ് ദ ഫാക്ട്സ്. ഇതാണ് അവിടെ നടക്കുന്നത്.
ഒരാൾക്കും അവിടെ വന്നിട്ട് ഒരു കാര്യം പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ അൺലെസ് ആൻഡ് അൺടിൽ ഇറാനിലുള്ള എല്ലാ റെജിമെന്റ്സും കത്തിച്ചേക്കണം. അത് പറ്റുമോ? അതും പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഒരു ബാലികേറ മലയിലാണ് ട്രംപും ടീമും വന്നിട്ട് കയറാൻ നോക്കുന്നത്. കയറാൻ പറ്റുമോ? അങ്ങനെ അങ്ങ് കയറിയിട്ട് ഇത് നിർത്താൻ പറ്റുമോ? ഇതില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവർ വീണ്ടും വീണ്ടും ഇതേ ഗെയിമിന് കളിക്കുന്നു. ഫോർ വാട്ട്? ടു മേക്ക് ബെനിഫിറ്റ് ഓഫ് ദ മാർക്കറ്റ്സ്. ഈ ഹോർമൂസ് ബ്ലോക്ക് ആകുമ്പോൾ ഇറാൻ അവിടെ ബ്ലോക്ക് ഇടുകയാണ് അമേരിക്കക്ക് വേണ്ടത്. കാരണം എന്താ? ലോകത്തിലുള്ള എല്ലാവരും പെട്രോളിനും ഇതിനും കഷ്ടപ്പെടണം. അമേരിക്ക അത്രയും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. എത്ര വരെ? ഇനി അമേരിക്കക്ക് എന്തെങ്കിലും ഷോർട്ടേജ് വന്നു അപ്പോൾ ബാക്കിയുള്ള ലോകരാജ്യങ്ങളോടും പറയും ഞങ്ങളെ പ്രഷർ ചെയ്യും, പീസ് ഡീൽ ഉണ്ടാക്കാൻ പ്രഷർ ചെയ്യുമെന്ന് പറയും. അങ്ങനെ മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക വീണ്ടും പീസ് ഡീൽ ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തിന് വേണ്ടി അവർ സമാധാനത്തിൻ്റെ വക്താക്കളത് കാണിക്കും. എത്ര ദിവസത്തേക്ക്? ഫോർ 1 month, ഫോർ 2 months, ഫോർ 6 months, ഒരു ഷോർട്ട് ടൈം പീരീഡിൽ, അല്ലെങ്കിൽ ഒരു 1 year or 2 year. വീണ്ടും അമേരിക്ക അവർക്ക് വേണ്ട സാധനങ്ങളും സ്റ്റോക്കും മാർക്കറ്റും എല്ലാം നേടിയെടുത്തുകൊണ്ട് വീണ്ടും ഇവർ ആക്രമിക്കാൻ പറ്റും. ഈ ഒരു ലൂപ്പ്, ദ വാർ ഗോൾഡ് ഡെപ്റ്റ് ചെയിൻ ലൂപ്പ് ഓഫ് ദ മാർക്കറ്റ്സ്, ഇത് പുരാതന കാലം മുതൽക്കേ ഉള്ളതാണ്. ഇതിനിടയ്ക്ക് ചില ആൾക്കാരുണ്ട്, ചില മിഡിൽമെൻ, ചില ബ്രോക്കേഴ്സ്, ചില ഫിനാൻഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ ദീസ് വാർസ്. അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. അവരുടെ സ്ട്രാറ്റജിനെ വളരെ സിമ്പിളായിട്ട് പറയുന്നത് ഡബിൾ ഗെയിം എന്ന് പറയാം, അല്ലെങ്കിൽ ദ റിയൽ ലൂട്ടേഴ്സ്. എല്ലാ ലോകത്ത് ചരിത്രത്തിൽ ഇന്ന് വരെ മനുഷ്യരുണ്ടായ കാലം മുതൽക്കേ ലോകത്തിലെ യുദ്ധങ്ങളിൽ രണ്ട് ഭാഗത്തും നിന്നുകൊണ്ട് യുദ്ധം രസിക്കുന്ന, യുദ്ധത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരച്ചുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ പൂർണ്ണമായ ലാഭവീതം, ആ യുദ്ധത്തിൽ നിന്ന് എല്ലാ രസങ്ങളും ഊറ്റിക്കുടിക്കുന്ന ഒരു ഡ്രാക്കുള, അത് ലോകമുണ്ടായ കാലം മുതൽക്കേ ഉണ്ട്. അത് പല പേരുകളിൽ, പല കമ്പനികളുടെ പേരുകളിൽ, പല ഗ്രൂപ്പുകളുടെ പേരുകളിൽ, പല ജാതികളുടെ പേരുകളിൽ, പല വംശങ്ങളുടെ പേരുകളിൽ അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ ഒരു പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും, അത് തെറ്റായി പോകും നമ്മൾ പറയുന്നത്. കാരണം അത് പ്രിസൈസ് ആവില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ പണി ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രൂപ്പാണ് അമേരിക്കക്ക് ഫണ്ട് കൊടുക്കുന്നത്. ഈ ഗ്രൂപ്പാണ് ഇറാൻ്റെ വാർ ഗ്രൂപ്പ്സിനും ഫണ്ട് കൊടുക്കുന്നത്. ചില പറഞ്ഞില്ലേ, ഇറാൻ പോലും അറിയാണ്ട് ഇറാന് വേണ്ടി ബോംബെ എന്ന് പറയുന്നില്ലേ, അത് ഈ ഗ്രൂപ്പാണ്. ഇറാൻ പോലും അറിയാണ്ട് ഇറാന് വേണ്ടി മിസൈൽ വിടുന്നില്ലേ, അത് ഈ ഗ്രൂപ്പാണ് ഫണ്ട് ചെയ്യുന്നത്. ഇറാൻ പോലും അറിയാണ്ട് ഇറാന് വേണ്ടി ആൾക്കാർ മരിക്കുന്നു കേട്ടില്ലേ, അതും ഈ ഗ്രൂപ്പാണ് ഫണ്ട് ചെയ്യുന്നത്. ഇനി അമേരിക്കയുടെ ഭാഗത്ത് പോയിക്കൊണ്ട് ഇറാനെ തകർക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവിധത്തിലുള്ള പ്രഷറും കൊടുക്കുന്ന മറ്റുള്ള രാജ്യങ്ങളുടെ പൊളിറ്റീഷ്യൻസിനെ ഫണ്ട് ചെയ്തുകൊണ്ട് ട്രംപിനെ അടക്കം ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടോ ഫണ്ടിങ്ങും കൊടുത്തുകൊണ്ട് യുദ്ധത്തിൻ്റെ മെയിൻ രസമൂറ്റി കൊടുക്കുന്ന ഡ്രാക്കുള. ദർ ഈസ് വൺ ടീം ലൈക്ക് ദാറ്റ്. അവരും കൂടി ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാലേ ഈ യുദ്ധത്തിൻ്റെ പരിപൂർണമായ കാഴ്ചക്കാരനെ നമുക്ക് നിൽക്കാൻ പറ്റും. വാർത്തയിലേക്ക് തന്നെ മടങ്ങി പോകും. എവിടെ എത്തി വാക്ക് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്, അതിനുള്ള പ്രതികരണം കൂടി ഇറാന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. കപ്പലുകൾ അങ്ങനെ സഞ്ചരിച്ചാൽ വലിയ വില നൽകേണ്ടി വരും, പ്രത്യാഘാതം അത് വലുതായിരിക്കും എന്ന തരത്തിലുള്ള ഭീഷണി കൂടി കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അവിടെ ഏതെങ്കിലും രാജ്യത്തിന്റെ സൗഹൃദ രാജ്യം എന്നൊരു പരിഗണന പോലും നൽകില്ല എന്ന ഒരു നിലപാടിലേക്ക്, കടുത്ത നിലപാടിലേക്ക് ഇറാൻ പോവുകയാണ്. അവിടെയാണ് ഹോർമൂസിൽ വീണ്ടും സംഘർഷം കനക്കുമോ, എണ്ണവില ഉൾപ്പെടെ ഉയരുമോ എന്ന സംശയം വരുന്നത്. മാത്രമല്ല, ക്രൂഡിന് ബാരലിന് $68 ആയിരുന്നത് ഇപ്പോൾ അത് 73 പോവുകയാണ്. അതായത് എണ്ണവില ക്രമാനുഗതമായി ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പലപ്പോഴും ആശങ്കയായി കാണുന്നത്. നമുക്കറിയാം, പാചകവാതകത്തിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ തന്നെ വില വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ ഒരു ശമനം ഉണ്ടാകുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു. ഒരുപക്ഷെ തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ നേതാക്കളെ. ചെറിയൊരു കാര്യം കൂടി അതിൻ്റെ ഗ്യാപ്പിൽ പറഞ്ഞോട്ടെ. ഇദ്ദേഹം പറഞ്ഞല്ലോ, ഈ ചേട്ടൻ ഇപ്പം പറഞ്ഞല്ലോ, എണ്ണ വിലയും മറ്റേ വിലയൊക്കെ പിന്നെ കുറയാൻ പോകുന്നുണ്ടെന്നൊരു തോന്നൽ. ആ തോന്നൽ മാത്രമാണ്, മനസ്സിലായില്ലേ? ഇപ്പം യുദ്ധം സ്റ്റോപ്പ് ചെയ്തിട്ട് 40 ദിവസം 50 ദിവസം എത്രയെന്ന് അറിയില്ല, എത്ര ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ. ആ ബ്രേക്കിൻ്റെ ഇടയിൽ ആരൊക്കെയാണ് വില കുറച്ചത്? അംബാനി കുറച്ചോ? അദാനി കുറച്ചോ? സോറി, അദാനി പെട്രോൾ സപ്ലൈ ചെയ്യുന്നില്ല, അദാനി വേറെ വേണ്ടി. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റ്സ് കുറച്ചോ? അവരധിക ലാഭത്തുനിന്ന് കുറച്ചോ? ക്രൂഡ് ഓയിലിന് $200 ഒരു ബാരലിനായിരുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ. അപ്പോഴാണ് വില കൂട്ടിയത്. യുദ്ധം നിന്നപ്പോൾ ക്രൂഡ് ഓയിലിന് വീണ്ടും $60 to $70 ഒരു ബാരലിനായിരുന്നു.
$140 ഒരു ബാരൽ മേൽ കുറഞ്ഞപ്പം പോലും കുറച്ചിട്ടില്ല ഇവര്. ഇതൊക്കെ നമ്മുടെ ഒരു തോന്നല് മാത്രമാണ്. പത്രപ്രവർത്തകൻ ചേട്ടാ അറിയില്ലെങ്കിൽ പറഞ്ഞതാണ്. വില കുറയുന്നില്ല നിങ്ങൾ വിചാരിച്ചില്ല, വില കുറഞ്ഞിരുന്നു. ആ കുറഞ്ഞതിന്റെ ലാഭം കൂടി ഡബിൾ ലാഭമായി പല അംബാനിമാരും പല കിംബാനിമാരും മേടിച്ചു വെച്ചിട്ടുണ്ട്, അമേരിക്ക അടക്കമുള്ള. എന്നിട്ട് അതിൽ നിന്നാണ് വീണ്ടും ഇപ്പം വില കൂടിക്കഴിഞ്ഞാൽ അവർ ലാഭം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ലാഭം എന്ന് വെച്ചാൽ മില്യനും ബില്യനിലൊന്നും നിൽക്കൂല, ട്രില്യൺ കടന്നു പോകും. പക്ഷെ അവർ പുറത്തും അറിയുകയില്ല. അത് പരസ്പരം വെല്ലുവിളിക്കുന്ന തരത്തിൽ നേതാക്കൾക്ക് അപ്പുറത്തേക്ക് ഈ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ പോലും ഈ രംഗത്തിറങ്ങുന്നു, ആളുകളെ അങ്ങനെ ഉത്തേജിപ്പിക്കുന്നു. ആ തരത്തിൽ വലിയ സംഘർഷത്തിന്റെ സാഹചര്യം ഉടലെടുക്കുന്ന ഒരു ഘട്ടമാണ് രഞ്ജിത്ത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വലിയ വെല്ലുവിളി പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾക്ക് നടത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തുതന്നെയായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കട്ടെ. യുദ്ധം എവിടെ വരെ നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് കിടന്നുറങ്ങാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ